ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. 2026 7 മാസക്കാലം സുഖകരമായി പിന്നിടുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിച്ചതോർത്ത് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കർത്താവ് ദാനം നൽകിയ 8-ാം മാസത്തിന്റെ പ്രാരംഭ ദിനത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവോദനത്തിനായി കാതോർക്കാം. 2026 വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രതികൂല അനുഭവങ്ങളുടെയൊക്കെ നടുവിലൂടെ നാം യാത്ര ചെയ്യുമ്പോഴും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭയാനകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും കർത്താവിന്റെ ബലമുള്ള കരം നമ്മെ സൂക്ഷിച്ചതോർത്ത് സർവമാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുക. ഈ പുതിയ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സ്വർഗത്തിലെ സകലവിധ നന്മകളാൽ നിറച്ച് ആരോഗ്യത്തോടെ ആയുസ്സോടെ ബലത്തോടെ നമ്മെ സൂക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ യെഹെസ്കേൽ പ്രവാചകനാൽ എഴുതപ്പെട്ട 37-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഒട്ടും ശുഭകരമായ ഒരു അനുഭവത്തിലല്ല പ്രവാചകൻ നിൽക്കുന്നത്. പ്രവാചകനെ യഹോവയുടെ ആത്മാവ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസ്ഥിത്താഴ്വരയിലാണ്. അസ്ഥിത്താഴ്വരയുടെ പ്രത്യേകത ഏറ്റവും ഉണങ്ങിയതും അസ്ഥിയോട് വേർപെട്ട് കിടക്കുന്നതുമായ അനുഭവം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ശുഭകരമായ ഒരു അനുഭവം ആയിരിക്കില്ല നാം കടന്നുപോയത്. നമ്മുടെ ജീവിതത്തിൽ പല ആശകളും നിരാശകളായി മാറിയിട്ടുണ്ടാകാം. പല ആഗ്രഹിച്ച വഴികളിലേക്കും ചുവടുവെക്കാൻ കഴിയാതെ നാം ഭാരപ്പെടുന്ന അനുഭവമായിരിക്കാം. പ്രത്യാശകളൊക്കെ പോയ ഒരു അനുഭവമായിരിക്കാം. വിശ്വാസത്തിൽ ചോദ്യചിഹ്നങ്ങളുടെ നടുവിലൂടെ കടന്നുപോകുന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് പറയുക, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. പ്രിയമുള്ള ദൈവഭക്തനെ, ഉണങ്ങിയ അനുഭവങ്ങൾക്ക് ഒരു വിരാമം കുറിക്കുവാൻ, ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത വരുത്തുവാൻ, ക്ഷീണിതാവസ്ഥകളെ മാറ്റി ബലം പകരുന്ന, ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ കരം. അതെ, കഴിഞ്ഞ നാളുകളിലെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കുമൊക്കെ മറുപടി നൽകുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ കരത്തിന്റെ ശക്തി, അസ്ഥിയെ ഒന്നിപ്പിക്കുന്ന, അവയുടെ മേൽ മാംസത്തെ പിടിപ്പിച്ച്, ത്വക്കിനെ പിടിപ്പിച്ച്, ഞരമ്പിനെ പിടിപ്പിച്ച്, ശ്വാസം പകർന്ന് നിരാശപ്പെട്ടതിനെ ആശയുള്ളവരാക്കി എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരത്തെക്കുറിച്ച് പ്രവാചകനോട് പറയുക മാത്രമല്ല, പ്രവാചകൻ കാണുക അത് ചെയ്തെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഞാൻ നിങ്ങളും ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ നിരാശരായി കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇതിന്റെ ഞെരുക്കങ്ങൾക്ക് പകരം ഒരനുഗ്രഹത്തെ നൽകി, കണ്ണുനീരിന് പകരം ഒരു ആനന്ദത്തെ നൽകി, ദുഃഖത്തിന് പകരം ഒരു സന്തോഷം നൽകി. അവന്റെ ബലമുള്ള കരം എന്നെയും നിങ്ങളെ മാനിക്കും. നിശ്ചയമായി ദൈവവചനത്തിൽ ആശ്രയിച്ച് ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, നിരാശകളെ മാറ്റി നമ്മെ ആനന്ദത്തിലേക്ക് നടത്തുന്ന കർത്താവ് ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിനം മുതൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിലും, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും, നിങ്ങളുടെ കുടുംബതലത്തിലും എല്ലാ നിലവാരത്തിലും കർത്താവ് ഒരു അനുഗ്രഹത്തിന്റെ ദിനങ്ങളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ല കർത്താവേ, ഈ പുതിയ മാസത്തെ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച കണ്ണുനീരിനും ഞങ്ങളുടെ സങ്കടങ്ങൾക്കുമൊക്കെ മറുപടി നൽകി ഞങ്ങളെ ആദരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദിനങ്ങളാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അപ്പത്തിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുന്ന, പ്രാപിക്കുന്ന ദിനങ്ങളാക്കി തീർക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ മാസം നന്മകളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.